ഗൈസ് അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ഉണ്ട്, എന്നാ കുറച്ച് കോമഡി ഉണ്ട്. സംഭവം ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഒരാള് അയി വേണ്ട, അത് ഇമ്മന്നെ പറഞ്ഞത് എന്താണ് സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞത്. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വരെ പോകാൻ വേണ്ടിക്കാണ്. അപ്പൊ ആളിവിടെ ഉണ്ട് കേട്ടോ. അതാണ് ഇമ്മാനെയും പിടിച്ച് നിക്കുന്നുണ്ട്. സംഭവം എന്താന്ന് നമ്മള് കാട്ടിത്തരാം. അപ്പൊ നമ്മളെ ആളെവിടെ കൊണ്ടുവന്ന് എത്തിക്കണേ. എന്താണ് സംഭവം എന്ന് നമുക്ക് ഉമ്മാനോട് ചോദിച്ചു നോക്കാം. ഉമ്മ ഇതെന്താ സംഭവം, എന്താ ഇതെന്താ ഇട്ടിക്കണ്? അത് ഇന്നലെ ഞാൻ അകത്തേക്ക് വിറക് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ അപ്പുറത്ത് ആ തോട്ടത്തിന്റെ അരുവിൽ തന്നെ നമ്മളെ വിറകൊക്കെ വെക്കല്. അവിടെ ദിവസം ചെമ്മല അങ്ങനെ ഉണ്ട്. ഇപ്പൊ ചെമ്മല ചാടിയ ടൈമല്ലേ. അപ്പൊ ഞാൻ അവിടുന്ന് വിറക് ഇങ്ങോട്ട് വലിച്ചപ്പോ ഞാൻ അങ്ങോട്ട് തെന്നി അപ്പുറത്ത് ആ കുഴിക്കാണ് പോകുന്നു. എന്തറിയോ, അത് മാത്രം ഓർമ്മയുണ്ട്. എന്താ സംഭവം എന്തറിയോ, നമ്മളീ ഇപ്പം ഒന്നാമത് വേനലും കൂടിയല്ലേ. അപ്പൊ നല്ല ഇല വീണ ടൈമാണ്. റബ്ബറിന്റെ നേരെ അടിയിലായിട്ട് കുയ്യാൾ ഇങ്ങനെ ഉണ്ടാവൂലേ. ഉമ്മ ചെമ്മലതായോണ്ട് ഉമ്മ കുയ്യ് കണ്ടതുമില്ല. അപ്പൊ നമ്മള് ഇതാക്കണം. അതാണ് നമ്മളെ വറകം തട്ടി വരുന്നത്. അതാണ് നമ്മളെ വറകം തട്ടി. ആ നീല ഷീറ്റ് കൊണ്ട് വിരിച്ചത്. അതാണ് നമ്മളെ വറകം തട്ടി. ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് വലിച്ചിട്ടാണ് ഉമ്മ വെട്ടിമുറിച്ച് അങ്ങനെ എന്തോ ആണ് ആണ് കൊയിഞ്ഞാടി. അവിടെ ആ കുയ്യിക്കാണ് കൊയിഞ്ഞാടി. ഇന്നലെ ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിനി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ പറഞ്ഞത്, സ്കാൻ ചെയ്ത് നോക്കിയപ്പോ പറഞ്ഞത് ചെറിയൊരു ചതവുണ്ട് എന്ന് പറഞ്ഞു. എല്ലിന് പൊട്ടും കാര്യങ്ങളായിട്ടൊന്നുമില്ല, ചതവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് ഇന്നലെ കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിന്. പിന്നെ കാല് അനക്കാൻ പറ്റാത്ത ഇതാണ്. ഇന്നിപ്പോ ഇനിയിപ്പോ ചെന്നാണ്ട് MRI സ്കാനിങ് എടുക്കാൻ വേണ്ടി പറഞ്ഞിനി. അപ്പൊ നമ്മളിന്ന് MRI സ്കാനിങ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോ ഇൻ കേസ് ലിഗ്മെന്റിനോ അല്ലാന്നുണ്ടെങ്കിൽ ഇല്ല ചെറിയ ചെറിയ വിള്ളലോ പൊട്ടലോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റൂല. അപ്പൊ അത് MRI സ്കാനിങ് എടുത്ത് നോക്കണം പറഞ്ഞു. അപ്പൊ നമ്മളിന്ന് MRI സ്കാനിങ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. പോവല്ലമ്മ? എങ്ങനെയുണ്ട് ഇപ്പൊ? നല്ലോണ്ടോ? കുറച്ച് ബുദ്ധിമുട്ടിക്കണ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എന്താ പറയുക സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ ആറ്റു നോട്ടി ഞങ്ങൾ ലീവ് എടുത്താണ്ട് ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിന്. ഇൻസ്റ്റാഗ്രാമിന്റെ വീഡിയോസ് ഒക്കെ എടുക്കാണ്ട്. അപ്പൊ അത് എടുത്താണ്ട് പകുതി കഴിയാണ്ട് ഒരു ഉച്ചക്കായപ്പോൾ ഞങ്ങൾ ചോറ് വെച്ചാൻ വേണ്ടിയിട്ട് നിന്നു. ആ വീഡിയോ പകുതിക്ക് വെച്ചാണ്ട് ചോറ് വെച്ചാൻ വേണ്ടി നിന്നു. അതിൽ ഇമ്മെന്തട്ടി ഞങ്ങൾ കുറച്ചു നേരം കടന്നു. അപ്പം ആ ടൈം കൊണ്ട് ഞങ്ങൾ ഉറങ്ങണ നേരത്തെ ഉമ്മ പറഞ്ഞു ഞാൻ കുറച്ച് വറകുണ്ടാക്കിയിട്ട് വരാന്ന്. ഞാനൊക്കെ ഉറങ്ങാനി. പിന്നെ ഉള്ളത് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ യൂട്യൂബിന്റെ നോമ്പിന്റെ വീഡിയോ, നോമ്പിന്റെ പണിയൊക്കെ മൊത്തം എടുക്കണം എന്നൊക്കെ വിചാരിച്ചിന്. നോമ്പ് പണിയൊക്കെ എടുക്കണം, ഫുൾ ക്ലീൻ ആക്കണം എന്നൊക്കെ വിചാരിച്ചിന്. അതൊന്നും നടന്നില്ല. അപ്പൊ എന്താടി ഇമ്മ നമ്മൾ ഉറങ്ങി കിടന്ന നേരെ ചെന്നാണ്ട് വറക് കൊടുക്കാൻ വേണ്ടി ചെന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അടുത്ത പണി കിട്ടുകയും ചെയ്തു. അപ്പൊ നമ്മളെന്നാ നേരെ എന്തായാലും ന്യൂ ഹോസ്പിറ്റലിൽ പോവാ. പല്ല് കാട്ടി കുത്തിരിക്കണം നോക്കിയാ. നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോയിരുന്നാ ഗൈസ്. നമുക്ക് എന്തായാലും നേരെ ഹോസ്പിറ്റലിൽ പോവാം. ഇനി അവിടുന്ന് സ്കാൻ ചെയ്തിട്ട് എന്താ പറയുന്നത് നോക്കി നോക്കാം. നമ്മളിപ്പോൾ MRI സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിന്. ഇപ്പോൾ ഇവിടെ MRI സ്കാനിങ് കാര്യങ്ങളൊക്കെ എടുത്തു. MRI സ്കാൻ എടുത്തു. പിന്നെ എന്താ CT സ്കാനും കൂടെ എടുത്താണ്. അത് തലക്ക് എന്തെങ്കിലുമൊക്കെ പറ്റികളൊക്കെ വേണ്ടിട്ട് ആണോ? അപ്പോ 2 സ്കാനിങ് എടുത്തിക്കണേ. ഇനി റിസൾട്ട് ഒരു ഏകദേശം ഒരു 5-6 മണിക്കൂർ കഴിയുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളിപ്പോ അതിൻ്റെ ഉള്ളിൽ ക്യാമറ കയറ്റാൻ പറ്റില്ല. ചോദിച്ചപ്പോൾ പോലും പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് വീടെടുക്കൽ നടന്നില്ല ഗൈസ്. ഇപ്പൊ ഇനി ഒരു 5-6 മണിക്കൂർ കഴിയും റിസൾട്ട് വരണമെന്നുണ്ടെന്ന് പറഞ്ഞത്. ഇനിയിപ്പൊ അത് അതിന്റെ വേണമെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കുത്തിരിക്കുക. റിസൾട്ട് ഇനി ഞാൻ പറയുമ്പോഴേ 6 മണി 7 മണിയൊക്കെ ഞാൻ ഇവിടെ നേരെ വർക്കിന് പോവാ, ഷോപ്പിന് പോവാ. ഇമ്മ നേരെ പെരി പോയിക്കോളി. ഞാൻ പോയിട്ട് ഇന്ന മേലൊക്കെ ആര് കൊണ്ടുപോകും? അതിനെ നേരെ അങ്ങോട്ട് ആക്കി തരാന്ന്. എന്നിട്ട് ഞാൻ പിന്നെ വൈകുന്നേരം റിസൾട്ട് എടുക്കാം. അപ്പൊ ഇനിയിപ്പോ നേരെ ഇവിടെ വന്നിട്ട് കുറച്ചു നേരമായി. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇവിടെ തന്നെ ഉണ്ടായിന്. കാരണം ആ സാധനത്തിനുള്ളിൽ കയറിയിട്ട് എന്ത് സൗണ്ട് അറിയാതെ ഉണ്ടാക്കണ് അല്ലേ. എങ്ങനെയുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പേടിയോ? എന്തൊക്കെയോ ചിമിളി കേൾക്കണ്ടായിന്. കാരണം ഇമ്മ അതിൻ്റെ ഉള്ളിലാണ്, ഞാൻ പുറത്തു നിന്നിട്ട് തന്നെ ഇച്ച് ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കണം ആ MRI സ്കാനിങ്ങിന്റെ. അപ്പൊ ഉള്ളിൽ നിന്നും അമ്മയുടെ അവസ്ഥ എന്താക്കിയാലോ. ഇനി നേരെ എന്തായാലും ഇവിടുന്ന് ഫുഡ് പെരി നിന്നിട്ട് കഴിക്കണേ. നമ്മൾ ഇവിടുന്ന് ചെറിയ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിച്ചിട്ട് ഞാൻ നേരെ ഇവിടുന്ന് പോകാൻ വേണ്ടി നോക്കാം. നേരെ ഇവിടുന്ന് പോകാം അല്ലേ. ജ്യൂസ് കുടിച്ചിട്ട് ഇവിടുന്ന് പോവാം. എങ്ങനെയുണ്ട്? സുഖമുണ്ട്? അപ്പൊ വേദന ഇതൊക്കെ എന്ത് വേദന അല്ലേ? നോക്കാൻ പ്രാർത്ഥിച്ചു, അല്ലാതെ സ്വന്തം മാർഗമല്ല. കഴിച്ച് നമുക്ക് ഇനി എന്തായാലും നേരെ ഇനി ഇവിടുന്ന് എന്തെങ്കിലും കുടിച്ചേണ്ട നേരെ ഇനി ഇവിടുന്ന് പോകാം. നമ്മൾ ഇങ്ങോട്ട് പോകുന്ന ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഓട്ടോറിക്ഷയിലാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ വെള്ളം കുടിച്ചാണ് എന്തെങ്കിലും ഔൽമിൽക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ട്. കാത്തിക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നേരെ ഞമ്മ കൊടുത്തന്നെ നേരെ ഇവിടുന്ന് പോകാൻ നോക്കണം. സാധനം വാങ്ങിയിട്ട് ഞമ്മക്ക് അവിടുന്ന് വണ്ടി കൊടുക്കണം. ഇമ്മാനെ കൂളാക്കാൻ വേണ്ടിയിട്ട് ഉമ്മക്ക് SP ആയി കൊടുക്കുന്നു. അത്
കാക്കാക്ക് വെള്ളം തേമാ നിങ്ങൾക്ക് വളം തരുവാണോ? നമ്മളിവിടെ നിർത്തിയ ഗ്യാപ്പിൽ 30 പോയി ചോർന്ന് തോന്നുന്നത് ചോറ് വെച്ച് പോകുന്നത്. ഞാൻ പോയി കുടിച്ചിട്ട് വരാം കേട്ടോ. അവിടെ ഇരുന്നോ, നമുക്ക് ഞാൻ അവിടെ പോയി കുടിച്ചിട്ട് വരാം. നമ്മളിവിടുന്ന് അവൽ മിൽക്കൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വെയിലിട്ടോ, നടക്കൂല. ഞാൻ എന്തായാലും വന്ന് അതേമാതിരി തിരിച്ചു പോട്ടെ. കുറച്ച് പോകാണ്ട്, ഇവിടുന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. അപ്പം എന്തായാലും ഞാൻ നേരെ ഇവിടുന്ന് പോയേക്കാം. വെയിലാണെന്നുണ്ടെങ്കിൽ താങ്ങണില്ല. അമ്മ പോവല്ലേ? പോവാം ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഞാൻ നേരെ പെരി പോവാം. പോകുന്നതുകൊണ്ട് നമ്മൾ അമ്മക്ക് ചെറിയൊരു പൂതി ഉപ്പിലിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നണമെന്ന്. അപ്പൊ നമ്മളിവിടെ കരിഞ്ചൂസിന്റെ അവിടെ നിർത്തിയിരിക്കണേ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്ക്കും അമ്മ? പുറത്തേക്ക് ഇറങ്ങാൻ വയ്ക്കൂലല്ലോ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മളെന്തായാലും പുറത്ത് നിന്നിട്ട് എന്താ സാധനങ്ങൾ വേണ്ടി? എന്താ വേണ്ടി? എന്താ ക്യാരറ്റ് ഉണ്ട്, മാങ്ങ. എന്താ വേണ്ടിയേ? മാങ്ങ മാക്ക് മാങ്ങ നമുക്ക് മാങ്ങ എടുക്കാം. മാങ്ങ എടുത്തല്ലേ? മാങ്ങ മാക്ക് മാങ്ങ എടുത്തല്ലേ? ഈ മാങ്ങ എടുത്തല്ലേ? ഇത് മാങ്ങല്ലേ? ഇതോ ആണോ? എന്നാ ഈ മാങ്ങ ഒന്ന് എടുത്തളി. ആ മാങ്ങ ഒന്നും ക്യാരറ്റും എടുത്തളി. വേറെ നാണ്ടിയേ മാങ്ങ എടുത്താണ്. പിന്നെ മറ്റേ അത് എടുത്താണ്. എന്താ സാധനത്തിന് പേര്? പൈനാപ്പിൾ അല്ല, എന്താ അതിന്റെ പേര്? ഇപ്പൊ എന്താ? ക്യാരറ്റ് എടുത്താണ്. വേറെ എന്താ സാധനല്ലേ? ജൗജവോ? നെല്ലിക്കാണോ? നെല്ലിക്ക. പിന്നെ നെല്ലിക്ക 3 ആണല്ലോ. ആ അത് 4 എടുക്കാനോ? ഇതൊന്നും എടുത്തില്ലേ? നീ ഇതും 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 എടുത്തോളി. ഉമ്മ അരി നെല്ലിക്കാണോ? ഫാൻസ് ആണ് നമ്മളെ വീടാണ്. കുറച്ച് ആൾക്കാരുണ്ട്. അരി നെല്ലിക്ക വേണ്ട? വേണമെന്നടിയാ നിങ്ങൾക്ക് എന്തായാലും വേണോടാ? എന്താ വേണ്ടേ? ഞങ്ങളുടെ സ്ഥലം ആണോ? ഓക്കെ, സെറ്റല്ലേ? സെറ്റല്ലേ? നമ്മളെ വീഡിയോ വന്ന 2 ചെക്കന്മാരോട് ഓൾക്കൂടെ എന്തോ പരിപാടിയാണ് പോകുന്നത്. ഈ 2 ചെക്കന്മാര് ഒരേ നമ്മൾ തിന്നാട് എന്തെങ്കിലും മലടന്ന് കടത്താൻ പറഞ്ഞു. എങ്ങനെ? ആ ഓക്കെ. നമുക്ക് പറഞ്ഞൊരു മണല് കരിമ്പീസാണോ കുടിച്ചാൽ? കരിമ്പീസ് നമുക്ക് ഇപ്പോൾ വേണ്ടതാണ്. കാരണം ഇപ്പം നമ്മൾ ഐസ്ക്രീം അത് തിന്നിട്ടല്ലേ ഇറങ്ങിയത്. കരിമ്പീസാണ്. അപ്പം ബാക്കി സാധനം ഇവിടുന്ന് നമ്മൾ പെരിക്കൊണ്ട് വേണോ? ഇവിടുന്നുണ്ടോ? ഇതിനൊന്നുണ്ടോ? മാക്ക് ഇവിടുന്ന് വേണം പെരിക്കൊണ്ടാ തിന്നറിയണം. പെരിന്റെ എങ്ങനെയും എത്തിയിട്ടൊന്ന് കടക്കണം എന്നാ പറയണേ. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ അതിന് നേരെ പോയതാ. പേയ്മെന്റ് ചെയ്തേ ഓക്കെ. അതിപ്പോ നമ്മള് 2 സാധനം വാങ്ങിക്കണേ. നേരെ പെരി കൊണ്ടേ കൊടുക്കാം. പോവല്ലേ? പെരി ഞാനൊരു ആവേശത്തിൽ ചോദിച്ചാണ് ഉപ്പിലിട്ട് എന്തെങ്കിലും വാങ്ങിക്കോളത്. സ്ഥിരം അങ്ങനെ വിചാരിച്ചില്ല. പല്ലി കാട്ടിയതൊക്കെ എടുത്തിക്കണേ. ഒരു 4-5 എണ്ണം എടുത്തിക്കണേ. ഇത് തെറ്റാണ്. എങ്ങനെയുണ്ട് അമ്മ? തിന്നു നോക്കിയോ? പെരി ചെന്നിട്ട് തിന്നോക്കണേ. പെരി ചെന്നിട്ട് തിന്നോക്കട്ടെന്ന് അറിയില്ല. അമ്മമാക്കെല്ലാം കൂടി വാങ്ങിക്കണുണ്ടോ? 2 എണ്ണം വാങ്ങിക്കണേ. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് 2 തിന്നാൻ കൊടുത്തോക്കാം. ഇപ്പൊ നമ്മള് വീട്ടിലെത്തിയിരിക്കുന്നു. വണ്ടി ഇപ്പൊ നമ്മള് വീട്ടിലേക്ക് എത്തി. ഇതാക്കണം. ഇവിടെ സൈഡ് അയക്കണ ഒരാൾ വന്നപ്പോ തന്നെ കൊയങ്ങമ്മ മമ്മ എന്താണ് പരിപാടി? എന്താ ഞാൻ ഫോൺ നോക്കുമ്പോ കാണാതെ തെരഞ്ഞെടുത്ത് നോക്കുമ്പോ സ്വിച്ച് ഓഫ് ആണ്. വിളിച്ചനും കൂടി ഇല്ല. നേരെ ആണോ? അപ്പൊ ഓലെ കുറിച്ച് കൂട്ടിൽ അതിലാക്കി കോഴിക്കളെ കൊണ്ടുപോകാൻ മടിക്കുന്നു. അതുകൊണ്ട് വായിലിട്ട് അപ്പോഴാണ് ഒരു വണ്ടി അല്ല. എങ്ങനെയുണ്ടമ്മ? കൊയങ്ങിയോ? എങ്ങനെ കേറിയപ്പോ എങ്ങനെ ഉണ്ടായിനി? എന്ത് പറഞ്ഞ കാര്യം റിസൾട്ട് 6 മണി 7 മണിയാവും. ഉമ്മ കേറിയിട്ട് ആകെ കൊയങ്ങിന്. കാരണം അതിന്റെ ഉള്ളിൽ ഒച്ചയും പൊളിയും എല്ലാം കൂടി കേട്ടപ്പോ എന്താണ് ഈ അവസ്ഥ? പേടിയായി. കബറില് ജീവനോടെ കൊണ്ടുവച്ച മാതിരി. സിമ്മ പറയണ കബറില് ജീവനോടെ കൊണ്ടുവച്ച മാതിരിക്കാണ് അവസ്ഥ. കാരണം പറയുമ്പോ ഒരു മറ്റേ MRIന്റെ സ്കാനിങ്ങിന്റെ അറിയില്ലേ? അതിന്റെ ഉള്ളിൽ തന്നെ ഇറക്കി വെച്ചിക്കാണ് ഉമ്മാനെ. ഇനി മേലെ ഇനി മക MRI എടുക്കണോ? വേണ്ട, മതിയായില്ലേ? കൊയങ്ങിക്കണ്ട, പാവം കൊയങ്ങിക്കണ്. അപ്പോ ഇന്നത്തെ വീഡിയോ പറഞ്ഞ ചെറിയൊരു വീഡിയോ ഉണ്ട്. കാരണം നമ്മള് ഈ വീഡിയോ ആണല്ലേ നമ്മൾ എടുക്കാൻ വിചാരിച്ചിനെ. നമ്മള് നോമ്പിന്റെ പണീന്റെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിനെ. അല്ല മമ്മ, അതിപ്പോ ഇങ്ങനെ ആയില്ലേ? പണി ഇപ്പൊ ഇങ്ങനായി. ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചതേ അല്ലേ. അപ്പൊ പിന്നെ നമ്മള് എന്തായാലും സ്കാനിങ്ങിന് കൊണ്ടുപോകല്ലേ. അപ്പൊ പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്താ അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കല്ലേ? പോവല്ലേ? അതിൻ്റെ ഉള്ളിൽ കയറല്ലെന്നാ പറ്റ കൊയങ്ങിക്കണം. കാരണം പറഞ്ഞാൽ കാലിൽ അനക്കാൻ വയ്ക്കില്ലെന്ന് പറഞ്ഞത്. നേരത്തെ കാട്ടി തന്നാ മുട്ടിമണ്ണ സാധനമൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ട്. അപ്പൊ ഇനി അത് കാലുമ്പോ കിട്ടുകയാണെങ്കിൽ കിടക്കാനാണ്. ഇനിയിപ്പോ ഇതിന്റെ റിസൾട്ട് ഏകദേശം ഒരു 4-5 മണിക്കൂറാവും ടൈം പറയണേ സ്കാനിങ്ങിന്റെ. അപ്പൊ ഇനി അത് റിസൾട്ട് എത്തിയിട്ട് അത് നോക്കിയിട്ട് ഇനി ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെല്ലണം എന്താണ് അവസ്ഥ എന്ന്.
എല്ലിനല്ലാന്നുണ്ടെങ്കിൽ ലിഗ്മെന്റിന് എന്നാ പറഞ്ഞത്. ലിഗ്മെന്റിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് സീരിയസ് ആണെന്നാ പറഞ്ഞത്. എന്തായാലും റിസൾട്ട് കിട്ടണം, റിസൾട്ട് കിട്ടിയാലേ ബാക്കി അറിയുള്ളൂ. അപ്പം അമ്മ വീഡിയോ വൈൻഡപ്പ് ചെയ്യാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ആക്കാൻ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരും. അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ്.